വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ കാമുകന്റെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി നസീർ കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി നാളെ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കും. നേഴ്സായിരുന്ന കോട്ടങ്ങൽ സ്വദേശിനി ടിഞ്ചു മൈക്കിളാണ് മരണപ്പെട്ടത്. 2019 ഡിസംബർ 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വിവാഹിതയായിരുന്ന ടിഞ്ചു ഭർത്താവുമായി പിണങ്ങി കാമുകനായ ടിജിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ടിഞ്ചുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ടിഞ്ചുവിന്റെ മൃതദേഹത്തിൽ 53ഓളം മുറിവുകൾ കണ്ടെത്തുകയും കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയുമായിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. തടിക്കച്ചവടക്കാരനായ നസീറാണ് കൊലപാതകം നടത്തിയത്. തടിക്കച്ചവടത്തിനായി എത്തിയ പ്രതി ടിഞ്ചുവിനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ബലപ്രയോഗത്തിനിടെ കട്ടിലിൽ തലയിടിച്ച് അബോധാവസ്ഥയിലായ ടിഞ്ചുവിനെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം ഇരുമ്പ് ഹുക്കിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. കാമുകന്റെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി അറിയിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പത്തനംതിട്ട കോട്ടങ്ങലിലാണ് കാമുകന്റെ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഒരു സംഭവത്തിൽ പ്രതിയായിരുന്ന നസീർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കോടതി. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി നാളെയാണ് പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. നേഴ്സായിരുന്ന കോട്ടങ്ങൽ സ്വദേശിനിയായ ടിഞ്ചു മൈക്കിളായിരുന്നു മരണപ്പെട്ടത്. കാമുകന്റെ വീട്ടിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2019 ഡിസംബർ 15-നായിരുന്നു ഈ ഒരു കേസ് നടന്നത്. വിവാഹിതയായിരുന്ന ടിഞ്ചു ഭർത്താവുമായി പിണങ്ങി കാമുകനായ ടിജിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ടിഞ്ചുവിനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ടിഞ്ചുവിന്റെ മൃതദേഹത്തിൽ 53ഓളം മുറിവുകൾ കണ്ടെത്തിയിരുന്നു. കേസ് എന്തായാലും അതിനുശേഷം ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒരു മരണം കൊലപാതകമാണ് എന്ന് കണ്ടെത്തിയത്. 53ഓളം മുറിവുകളാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. തടിക്കച്ചവടക്കാരനായ നസീറാണ് കൊലപാതകം നടത്തിയെന്ന് പിന്നീട് തെളിഞ്ഞു. തടിക്കച്ചവടത്തിനായി എത്തിയ പ്രതി ടിഞ്ചുവിനെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ബലപ്രയോഗത്തിനിടെ കട്ടിൽ തലയടിച്ച അബോധാവസ്ഥയിലായ ടിഞ്ചുവിനെ ഇയാൾ ബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം ഇരുമ്പ് ഹുക്കിൽ കെട്ടി തൂക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ പ്രതിയായ നസീറാണ് ഇവരെ കൊന്നതെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്.